ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥം അടുത്തറിയുവാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 20-ാമത്തെ അധ്യായത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കടന്നുപോയത്. വെളിപാടിലെ ഏറ്റവും ദുരൂഹമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്ന 1000 വർഷത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ദൈവം പൂർണ്ണമായിട്ടും തിന്മ ഉന്മൂലനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ തൻ്റെ വിശ്വസ്തർക്ക് ദൈവജനത്തിന് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ആ പ്രതിഫലം നൽകുന്നതും ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നമ്മൾ കാണുക. തിന്മയെ അവിടുന്ന് ഉന്മൂലനം ചെയ്യുന്നു, ദൈവജനത്തിന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. ഇനി തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. 5-ാമത്തെ വാക്യം, മരിച്ചവരിൽ അവശേഷിച്ചവർ 1000 വർഷം പൂർത്തിയാകുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല. ഇതാണ് 1-ാമത്തെ ഉയർപ്പ്. അപ്പോൾ നമ്മൾ 1000 വർഷത്തെക്കുറിച്ച് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാത്താൻ 1000 വർഷം ബന്ധിതനാകുന്നു. അതുപോലെ തന്നെ വിജയം വരിച്ചവർ ക്രിസ്തുവിനോടൊപ്പം 1000 വർഷം ഭരിക്കുന്നു. ഇനി 1000 വർഷം പൂർത്തിയാകുന്നതുവരെ മരിച്ചവരിൽ അവശേഷിച്ചവർ അവർ ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്ന് പറയുന്നു. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ചിലർ പറയും ഇത് രക്തസാക്ഷികളെ ആയിരിക്കാം അർത്ഥമാക്കുന്നത്. എന്നാൽ രക്തസാക്ഷികളെന്ന് പറയുമ്പോൾ രക്തം ചിന്തുക അത് പ്രതീകാത്മകമായിട്ടാണ് വെളിപാടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാ വിശ്വാസികളെയും അത് അർത്ഥമാക്കുന്നുണ്ട്. അല്ലാതെ യഥാർത്ഥത്തിൽ രക്തം ചിന്തി മരിച്ചവരെ മാത്രമല്ല അർത്ഥമാക്കുക. അത് യേശുവിൻ്റെ കുരിശുമരണത്തിൽ പങ്കുചേരുന്നവർ, അത് ആത്മീയമായിട്ടുള്ള പങ്കുചേരലാകാം, അല്ലെങ്കിൽ ഇതുപോലെ ശാരീരികമായിട്ടുള്ള പീഡനങ്ങളിലൂടെ മരണത്തിലൂടെയും ഒക്കെ ആകാം. അപ്പോൾ ഈ ഇവരിൽ അവശേഷിച്ചവർ എന്ന് പറയുമ്പോൾ, മരിച്ചവരിൽ അവശേഷിച്ചവർ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ അവർ 1000 വർഷം അവർ ജീവിച്ചില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇവരെ നമുക്ക് അധർമ്മികളായിട്ട് വേണമെങ്കിൽ കാണാം. തിന്മയിൽ തുടരുന്നവർ, കുഞ്ഞാടിനെ എല്ലാം ത്യജിച്ച് വ്യാജ ആരാധനയുടെ പിന്നാലെ പോകുന്നവർ. ഇപ്പോൾ മൃഗത്തോട് കൂടെ നിന്നവർ ആ മൃഗത്തോടൊപ്പം തന്നെ ആയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ നേരത്തെ 19-ാമത്തെ അധ്യായത്തിൽ മൃഗത്തോടൊപ്പം പിടിക്കപ്പെട്ടവരൊക്കെ അവരുടെ സൈന്യമൊക്കെ നശിക്കുന്നതിനെക്കുറിച്ച് നമ്മളൊക്കെ കാണുന്നുണ്ട്. ഇനി മൃഗം പാതാളഗർത്തത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ ഇവരും ആ പാതാളത്തിൽ തന്നെ കഴിയുകയാണ്. അപ്പോൾ ഇവർ അവസാന വിധിക്കായിട്ട് അവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഗതിയിൽ ചരിത്രത്തെ നവീകരിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ ഇവർക്ക് ഈ അധർമ്മികൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നത് വ്യക്തമാണ്. എന്താണ് 1-ാമത്തെ ഉയർപ്പ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? 1-ാമത്തെ ഉയർപ്പ് അത് മരണത്തിനും അവസാനത്തെ ഉയർപ്പിനും ഇടയിലുള്ള അവസ്ഥയാണെന്ന് ചിലർ പറയുന്നു. അപ്പോൾ അവസാനത്തെ ഉയർപ്പ് അത് ഗുണപരമായിട്ട് വ്യത്യസ്തമായിരിക്കുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. നമ്മൾ 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ മുദ്ര തുറന്നു കഴിയുമ്പോൾ ബലിപീഠത്തിന് കീഴെ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളെ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് എത്ര നാൾ എന്ന ആ ചോദ്യത്തിന് പ്രത്യുത്തരമായിട്ട് ക്രിസ്തു നൽകുന്ന എന്താണ്? വെളുത്ത വസ്ത്രം. അപ്പോൾ അവർ ആ ഉയർപ്പിൽ പങ്കുചേരുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് 7-ാമത്തെ അധ്യായത്തിൽ 144,000 പേര് വെളുത്ത വസ്ത്രം ധരിച്ച് കുരുത്തോല പിടിച്ച് സ്തുതിഗീതങ്ങൾ ആലപിക്കുക നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ ഉയർപ്പിൽ, യേശുവിൻ്റെ ഉയർപ്പിൽ അവർ പങ്കുചേരുന്നതാണ് ഇവിടെ കാണുന്നത്. ചിലർ ഈ ആദ്യത്തെ ഉയർപ്പിനെ മാമോദിസയിൽ തുടങ്ങുന്ന ജീവിതമായിട്ട് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ വിശ്വാസികൾ
വിശ്വാസത്തിലൂടെ മാമോദിസയിലൂടെയും യേശുവിൻ്റെ ഉയർപ്പിൽ പങ്കുചേരുന്നതായിട്ടൊക്കെ പറയുന്നു. അപ്പോൾ ഈ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഈ സഹസ്രാബ്ദ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ യേശുവിൽ വിശ്വാസികൾ പൊതുജീവനിൽ പങ്കുചേരുകയും അത് അവസാനം അത് നിത്യജീവനിൽ എത്തുന്നവരെയുള്ള സമയമായിട്ട് ഒക്കെ കാണാം. എന്നാൽ വിശ്വാസത്തിലൂടെ കിട്ടുന്ന ജീവനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ അതല്ല അത്. അപ്പോൾ അങ്ങനെയൊക്കെ വ്യാഖ്യാനമുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ മരണം വരെ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തിയവർ ആ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ പങ്കുചേരുന്നതാണ് ഇവിടെ കാണുക. മരണം വരെ യേശു വിശ്വസ്ത പുലർത്തുക, തിന്മയുടെ ശക്തികളെ എതിർക്കുക, അങ്ങനെ ആ യേശുവിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് ഇവർ അർഹരായി തീരുന്നു. അപ്പോൾ ഈ നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ്. അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ടാണ് അവർക്ക് ലഭിക്കുന്ന വെളുത്ത വസ്ത്രം. അത് 6-ാമത്തെ അധ്യായത്തിൽ കൊടുക്കുന്നതായിട്ട് കാണുന്നു. 7-ാമത്തെ അധ്യായത്തിൽ ആ വെളുത്ത വസ്ത്രം ധരിച്ച് സിംഹാസനത്തിന് മുന്നിലായിരിക്കുന്ന 144,000 പേരെ നമ്മൾ കാണുന്നുണ്ട്. ഇവർ ആണ് പിന്നെ ഈ നിത്യജീവനിൽ യേശുവിനോടൊപ്പം ആ നിത്യജീവനിൽ ആയിരിക്കുന്നത്. അപ്പോൾ വിശ്വസ്തർ യേശുവിനോടൊപ്പം ആ നിത്യജീവനിലായിരിക്കുമ്പോൾ മരിച്ചവർ ആ മരണത്തിൽ തന്നെ തുടരുന്നു. ഇനി അവർ അടുത്ത ഉയർപ്പെന്ന് പറയുന്നത് എന്താണ്? അവർ നിത്യവിധിക്കായിട്ട് അവർ എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വിശ്വാസികൾക്ക് ലഭിക്കുന്ന ആ ഒരു ഉയർപ്പുമായിട്ട് അതിനെ താതാത്മ്യം ചെയ്യുവാനൊക്കെ സാധിക്കുകയില്ല. അന്ത്യവിധിക്കായിട്ടാണ് ഈ അധർമ്മികൾ ഉയർത്തെഴുന്നേൽക്കുക, വിശ്വാസികൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവർ വരുന്നു. ഇനി തുടർന്നുള്ള വാക്യം നമുക്ക് 6-ാമത്തെ വാക്യം നമുക്കെടുക്കാം. 20-ാം അധ്യായം 6-ാമത്തെ വാക്യം. 1-ാമത്തെ ഉയർപ്പിൽ പങ്കുള്ളവൻ അനുഗ്രഹീതനും പരിശുദ്ധനുമാണ്. ഇവരുടെ മേൽ 2-ാമത്തെ മരണത്തിന് ഒരു അധികാരവുമില്ല. ഇവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായിരിക്കും. ഇവർ അവനോടുകൂടെ 1000 വർഷം ഭരിക്കുകയും ചെയ്യും. 1-ാമത്തെ ഉയർപ്പിൽ പങ്കുള്ളവൻ അനുഗ്രഹീതനും പരിശുദ്ധനുമാണ്. 1-ാമത്തെ ഉയർപ്പിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. 1-ാമത്തെ ഉയർപ്പിൽ എന്ന് പറയുമ്പോൾ യേശുവിനോട് വിശ്വസ്തത പുലർത്തിയവർ, അവിടുത്തെ സാക്ഷ്യത്തോട് വിശ്വസ്തത പുലർത്തിയവർ അർഹരാകുന്ന ആ ഒരു നിത്യജീവനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് 1-ാമത്തെ ഉയർപ്പിൽ പങ്കുചേരുന്ന അനുഗ്രഹീതരാണ് എന്നത് വെളിപാടിലെ 5-ാമത്തെ അനുഗ്രഹ ഗീതമാണ്. നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ കണ്ടിരുന്നു. ആദ്യത്തേത് 1-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം, വായിക്കുന്നവനും കേൾക്കുന്നവരും അത് പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്ന് നമ്മൾ കണ്ടു. എന്ന് തുടർന്ന് ആ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടിരുന്നു വെളിപാട് ഗ്രന്ഥത്തിൽ 7 അനുഗ്രഹ വചസ്സുകളാണ് ഉള്ളത്. 7 പ്രാവശ്യം ഈ ബ്ലെസ്സഡ് മക്കാരിയോസ് അനുഗ്രഹീതർ എന്ന ആ പദം, ആ ഒരു ശൈലി കാണാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ 7 പ്രാവശ്യം യോഹന്നാൻ ഈ ശൈലി ഉപയോഗിച്ചിരിക്കുന്നത്? വെളിപാടിലെ സന്ദേശം മുഴുവൻ അനുഗ്രഹത്തിൻ്റെ സന്ദേശമാണെന്ന് സൂചിപ്പിക്കുവാനായിട്ടാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഈ സാത്താനെയും അതുപോലെ തന്നെ പൈശാചി ശക്തികളെയും ഒക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം വിശ്വാസികൾക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ സന്ദേശം തന്നെയാണ് വെളിപാട്. നമ്മെ ഭയപ്പെടുത്തുവാനായിട്ടുള്ള സന്ദേശമല്ല. ഭയപ്പെടുത്തുന്ന ആരെയാണ്? അത് ദുഷ്കർമ്മികളെയാണ്. തിന്മയുടെ ശക്തികളുടെ പിന്നാലെ പോകുന്നവർക്കാണ് ഇത് ഭയപ്പാടിൻ്റെ ഒരു സന്ദേശമായിട്ട് മാറുന്നത്. വിശ്വാസികൾക്കാകട്ടെ ഇത് എന്നും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പ്രത്യാശയുടെ ഒരു സന്ദേശം തന്നെയാണ്. അപ്പോൾ ഇവർ ആദ്യ ഉയർപ്പിൽ പങ്കുചേരുന്നവർ, ഇനി ഇവർക്ക് 2-ാമത്തെ മരണം ഉണ്ടാവുകയില്ല. ഇപ്പോൾ 2-ാമത്തെ മരണം എന്ന് വെച്ചാൽ, ആദ്യത്തെ മരണം എന്ന് വെച്ചാൽ നമ്മൾ ശാരീരികമായിട്ടുള്ള മരണം. ഇനി 2-ാമത്തെ മരണം ഉണ്ടാവുകയില്ല. അവർ നിത്യശിക്ഷയ്ക്ക് അവർ വിധേയരാവുകയില്ല എന്നർത്ഥം. അപ്പോൾ ശരീരത്തിൻ്റെ മരണമാണ് ആദ്യത്തെ മരണം കൊണ്ട് ഉദ്ദേശിക്കുക. ഇനി ഇവരെക്കുറിച്ച് പറയുന്നു, ഇവർ പുരോഹിതന്മാരായിരിക്കും. അപ്പോൾ പുരോഹിതന്മാരായിരിക്കും എന്നുള്ളത് രാജകീയ പൗരോഹിത്യത്തെയാണല്ലോ സൂചിപ്പിക്കുക. ഇപ്പോൾ ഈ രാജകീയ പൗരോഹിത്യത്തെക്കുറിച്ച് നമ്മൾ 1-ാമത്തെ അധ്യായം മുതൽ നമുക്ക് സൂചനകളുണ്ട്. അപ്പോൾ ഇതിൽ പങ്കുചേരുന്നവർ, ഈ നിത്യജീവിൽ പങ്കുചേരുന്നവർ ക്രിസ്തുവിനും ദൈവത്തിനും സ്തുതിഗീതങ്ങളുടെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുമ്പോൾ
അർത്ഥമാക്കുന്നത് എന്താണ്? അവർ ഈ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ആ പദ്ധതികൾ അത് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് അവർ തയ്യാറാകുന്നു. അപ്പോൾ ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന വഴിയായിട്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ വിശ്വസ്തതയിലൂടെ അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലെ മധ്യവർത്തികളാണ് ഇവർ. അപ്പോൾ ദൈവജനത്തെ പുരോഹിതരെന്ന് വിളിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് അതാണ്, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാക്ഷാത്കരിക്കുന്നതിലെ മധ്യവർത്തികൾ. അപ്പോൾ തിന്മയ്ക്കെതിരെ ഇടപെട്ട് ഈ ദൈവരാജ്യം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഇവർക്കും വലിയൊരു പങ്കുണ്ട്. അത് അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ക്രിസ്തു തുടങ്ങി വെച്ച ആ ഒരു പ്രപഞ്ചത്തിൻ്റെ, ലോകത്തിൻ്റെ, മനുഷ്യരുടെ ആ പരിവർത്തനം, നവീകരണം അത് പൂർത്തിയാക്കുക എന്നുള്ളത്. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ആ മൂല്യങ്ങൾ അത് പ്രപഞ്ചത്തിൽ അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് അവർ ചെയ്യുക. അപ്പോൾ അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ ജീവിത സാക്ഷ്യത്തിലൂടെ യേശുവിൻ്റെ മൂല്യങ്ങൾ ഭൂമിയിൽ അത് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് അവർ പരിശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ യേശുവിൻ്റെ ഉത്ഥാന ചൈതന്യം അവരിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ നിറയുന്നു. 6-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ നമ്മൾ കണ്ടു, 1-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ വെളുത്ത കുതിരപ്പുറത്തിരിക്കുന്നവൻ വിജയിച്ചുകൊണ്ടും വിജയിക്കാനായി മുന്നേറുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഈ പ്രപഞ്ച നവീകരണം അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് എന്താണ്? യേശു ഈ പ്രപഞ്ചത്തെ, ചരിത്രത്തെ തൻ്റെ ഉത്ഥാനപ്രഭയാൽ അത് മഹത്വീകരിക്കുന്നതാണ്, അതിന് പ്രകാശപൂരിതമാക്കുന്നതാണ്. അപ്പോൾ ഉത്ഥാനത്തിൻ്റെ ആ മഹിമ അത് പ്രപഞ്ചം മുഴുവൻ നിറയുമ്പോഴാണ് രക്ഷ പൂർത്തിയാകുന്നത്. അപ്പോൾ അത് തുടരുന്നത് ഈ ദൈവജനത്തിലൂടെയാണ്, ആരാധന സമൂഹത്തിലൂടെയാണ്. അപ്പോൾ ഇവരുടെ ആ യഥാർത്ഥ ആ പുരോഹിത ദൗത്യം എന്താണ്? യഥാർത്ഥ ആരാധന യാഥാർത്ഥ്യമാക്കുക. നമ്മൾ കണ്ടു, വെളിപാടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ആരാധന, യഥാർത്ഥ ആരാധന. ഇസ്രായേൽ ജനത്തെ ആ യഥാർത്ഥ ദൈവാരാധനയിലേക്ക് നയിക്കുക. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിന് കീഴിൽ വ്യാജ ആരാധനയിലേക്ക്, ചക്രവർത്തി ആരാധനയിലേക്ക് ജനം തിരിഞ്ഞപ്പോൾ അവിടെ യോഹന്നാൻ ഇവരോട് പറഞ്ഞതാണ്, നിങ്ങൾ യഥാർത്ഥ ആരാധനയിലേക്ക് വരിക. അപ്പോൾ ഈ ആരാധന അത് യാഥാർത്ഥ്യമാക്കുന്നത് ഈ ദൈവജനം തന്നെയാണ്. അപ്പോൾ ആരാധന സമൂഹത്തിനുള്ള സന്ദേശമാണ്. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ഉത്തരവാദിത്വവും ഈ യഥാർത്ഥ ആരാധന അത് ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കുക എന്നതാണ്. ഇനി ഇവർക്ക് അത് സാധിക്കും. എന്തുകൊണ്ട്? അവരെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവർ രാജാരാധനയിൽ പങ്കുചേരുന്നില്ല. അപ്പോൾ രാജാരാധനയിൽ നിന്ന്, വിജാതി ആരാധനയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഇവർക്ക്, ആ യഥാർത്ഥ ആരാധന ജീവിക്കുന്ന ഇവർക്ക് ഈ ആരാധന അത് പ്രപഞ്ചത്തിൽ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ദൈവജനത്തെ ഈ രക്ഷണീയ കർമ്മം പൂർത്തിയാക്കുന്ന മധ്യവർത്തികളായിട്ട് യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം, 7-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. അവിടെ നമ്മൾ പുതിയൊരു സെക്ഷനിലേക്കാണ് കടക്കുക. പുതിയ ഘടനാപരമായിട്ട് പുതിയൊരു ഭാഗത്തേക്ക് സാത്താന് ലഭിക്കുന്ന ശിക്ഷയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. തുടർന്ന് നമ്മൾ 7-ാമത്തെ വാക്യം കൂടുതൽ വിശദീകരിക്കുവാനായിട്ട് വീണ്ടും നമുക്കെടുക്കാം. എന്നാൽ 1000 വർഷം പൂർത്തിയാകുമ്പോൾ സാത്താൻ അവൻ്റെ തടവറയിൽ നിന്ന് മോചിതനാകും. ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. അവൻ ഗോഗിനെയും മഗോഗിനെയും യുദ്ധത്തിന് ഒന്നിച്ചു കൂട്ടും. അവരുടെ സംഖ്യ കടലിലെ മണൽത്തരികൾ പോലെ ആയിരിക്കും. അവർ ഭൂതലത്തിൽ കയറുവന്ന് വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങി. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനുമുള്ള ഗന്ധകത്തിൻ്റെ അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ അവൻ രാപകൽ എന്നും എന്നേക്കും പീഡിപ്പിക്കപ്പെടും. അപ്പോൾ തിന്മയുടെ ശക്തികളെല്ലാം പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യപ്പെടുന്നതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 7-ാമത്തെ വാക്യം, എന്നാൽ 1000 വർഷം പൂർത്തിയാകുമ്പോൾ സാത്താൻ അവൻ്റെ തടവറയിൽ നിന്ന് മോചിതനാകും.
യുഗാന്ത്യത്തിന് മുമ്പ് വിശ്വാസികൾ വലിയ പ്രലോഭനങ്ങൾക്ക് വിധേയരാകും എന്നതിൻ്റെ ഒരു സൂചന ഇവിടെയുണ്ട്. വിശ്വാസികൾ എന്നും പ്രലോഭനങ്ങൾക്ക് വശമതരാകും. തിന്മയുടെ ശക്തികൾ അവർക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അത് നമ്മൾ സുവിശേഷങ്ങളിലൊക്കെ കാണുന്നുണ്ട്. സുവിശേഷങ്ങളിലെ യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ആ ഭാഗത്ത് ഈ സൂചനകൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വാക്യം, അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ ഇതിന് സമാനമായിട്ടുള്ള പ്രയോഗങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ മത്തായി 24-29 ഒന്നെടുക്കാം. മത്തായി 24-29 മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് അവിടെ പറയുക. അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. പിന്നെ തുടർന്ന് അപ്പോൾ ആകാശത്ത് മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും, സർവ്വ ഗോത്രങ്ങൾ വിലപിക്കുകയും മനുഷ്യപുത്രന് വാൻമേഖല ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഭീകര ദൃശ്യങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്ന യുഗാന്ത്യത്തിൽ വരാൻ പോകുന്ന വലിയ പീഡകളുടെ ആ കാലഘട്ടം സൂചിപ്പിക്കുവാനായിട്ടാണ്. അപ്പോൾ ദൈവജനം കൂടുതൽ പ്രലോഭനങ്ങൾക്ക് വശംവദരാകും എന്നുള്ള ആ ഒരു ആശയം ഇവിടെയുണ്ട്. പക്ഷേ എത്രമാത്രം ശക്തിയോടെ തിന്മയുടെ ശക്തികൾ വന്നാലും ദൈവജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് അവയ്ക്കൊന്നും സാധിക്കുകയില്ല. അവർ അതിൽ വിജയിക്കുകയില്ല. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് പിന്നെ വീണ്ടും അത് അവതരിപ്പിക്കുന്നത്? വീണ്ടും വലിയ ശക്തിയോടെ വരുമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ദൈവജനത്തെ ഭയപ്പെടുത്താനായിട്ടല്ല. ഈ ശക്തികളെല്ലാം പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യപ്പെടുന്നതിനുള്ള ഒരു മുന്നോടിയാണിത്. അപ്പോൾ അല്പസമയത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഇവരുടെ ശക്തി പരിമിതമാണ്. ഇനി ഈ ശക്തികളെല്ലാം ദൈവം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും എന്ന് ഇവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ തിന്മയുടെ ആ ശക്തിയുടെ സാന്നിധ്യം അത് എന്നും ഉണ്ടാകും. ഇപ്പോൾ പ്രപഞ്ചത്തിൽ ലോകാവസാനം വരെ തിന്മയുടെ സാന്നിധ്യമുണ്ടാകും. അത് കൂടുതൽ ഭയപ്പെടുത്തുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. പക്ഷേ ദൈവജനത്തിന് ഇവയെ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ദൈവം അവയെല്ലാം പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യും എന്നുള്ള വിശ്വാസം ദൈവജനത്തിന് നൽകുന്നുണ്ട്. ഇതൊക്കെ തുടർന്ന് ഉള്ള ആ വാക്യത്തിലേക്ക് വരാം. 8-ാമത്തെ വാക്യം, ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. അവൻ ഗോഗനെയും മഗോഗനെയും യുദ്ധത്തിനൊന്നിച്ചു കൂട്ടും. അവരുടെ സംഖ്യ കടലിലെ മണൽത്തരികൾ പോലെ ആയിരിക്കും. അപ്പോൾ പുറത്തു വരുന്ന ഇവർ വീണ്ടും യുദ്ധത്തിനായിട്ട് ആളുകളെ ഒരുമിച്ച് കൂട്ടുന്നതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അല്പസമയമേ ഉള്ളൂ എന്ന് കണ്ട് അവർ വലിയ വെപ്രാളത്തോടെ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുവാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. തടവറയിലായിരിക്കുന്ന സാത്താൻ അല്പസമയത്തേക്ക് പുറത്തു വരും നമ്മൾ കണ്ടു. അതിൻ്റെ ശക്തി അത് പരിമിതമാണെന്ന് കണ്ടു. 12-ാം അധ്യായത്തിൽ താഴേക്ക് നിപതിക്കുന്ന ആ സാത്താൻ പരിമിതമായിട്ടുള്ള ശക്തിയുള്ള സാത്താൻ തന്നെയാണ്. അപ്പോൾ അത് വീണ്ടും ദൈവജനത്തെ വഴിതെറ്റിക്കുവാനായിട്ട് അവർ രാജാക്കന്മാരെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ആർമഗെദ്ദോണിൽ അവർ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. പക്ഷേ അത് വീണ്ടും അത് പരാജയപ്പെടുന്നു. പാതാളത്തിൽ അത് അടയ്ക്കപ്പെടുന്നു. പക്ഷേ പരാജയപ്പെട്ടാലും വീണ്ടും അത് പൂർവാധികം ശക്തിയോടെ വരുന്നു. അപ്പോൾ തിന്മയുടെ ശക്തി അത് എന്നും ഉണ്ട്. ഈ തിന്മയുടെ സ്വഭാവം സാത്താൻ്റെ സ്വഭാവം ഒരിക്കലും മാറുകയില്ല. അതുകൊണ്ട് ദൈവത്തിന് മുന്നിലുള്ള ഏക പോംവഴി എന്താണ്? അതിനെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുക എന്നത് തന്നെയാണ്. അപ്പോൾ ജനതകളെ ഒരു വഴിതെറ്റിക്കുവാനായിട്ട്, അപ്പോൾ ജനതകളെ വഴിതെറ്റിക്കിയപ്പോൾ ജനതകൾ എന്നുള്ള ആ ഒരു പ്രയോഗം നമുക്കറിയാം, അത് ഈ അക്രൈസ്തവരെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ യേശുവിനെ പിൻചെല്ലുന്നവർ അവരാണ് ആരാധന സമൂഹം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കൂട്ടരെയാണ് ജനതകൾ എന്ന് പറഞ്ഞ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ജനതകളെ വഴിതെറ്റിക്കപ്പോൾ ജനതകളെക്കുറിച്ച് വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണ്? വെളിപാടിൽ അവസാനം ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? സർവരുടെയും രക്ഷ. അപ്പോൾ ജനതകളൊക്കെ ആദ്യ ഭാഗത്ത് ഭൂവാസികളെന്നൊക്കെ പറഞ്ഞ് തിന്മയുടെ ശക്തികളുടെ കൂടെ നിൽക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ തള്ളിപ്പറയുന്നുണ്ടെങ്കിലും
പക്ഷേ അവസാനം വീണ്ടും അവരിലേക്ക് തന്നെ ഗ്രന്ഥകാരൻ വരികയാണ്. ആ ജനതകളെ വഴിതെറ്റിക്കുന്ന സർപ്പത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് അവരോട് പറയുന്നത് എന്താണ്? അതിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ നിങ്ങളും രക്ഷപ്പെടും. അപ്പോൾ ജനതകളെക്കുറിച്ചുള്ള ആ ഒരു സൂചന അത് വെളിപാടിൽ ഈ ഭാഗത്ത് ആവർത്തിക്കുന്നത് അവർക്കും ഈ രക്ഷയിൽ പങ്കുചേരാം എന്നുള്ള പ്രത്യാശ അവർക്ക് കൊടുക്കുവാനായിട്ടാണ്. അപ്പോൾ അതിന് ഒരു വഴിയേ ഉള്ളൂ. അപ്പോൾ എപ്രകാരമാണ് അവർക്ക് ആ ദൈവജനത്തോടൊപ്പം രക്ഷയിൽ പങ്കുചേരുവാൻ സാധിക്കുക? അവരെ വഴിതെറ്റിക്കുന്ന ആ പിശാചിൻ്റെ മാർഗങ്ങളിൽ നിന്ന് അവർ പിന്തിരിയുക. എന്നിട്ട് ഈ വിശ്വാസികളുടേതുപോലെ അവരും ഈ കുഞ്ഞാടിനെ പിൻചെല്ലുവാനായിട്ട് തയ്യാറാകുക. നമ്മൾ 11-ാമത്തെ അധ്യായത്തിൽ ഇവർ ആ മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. 2 സാക്ഷികൾ സാക്ഷ്യം നൽകി. ഇനി അത് കഴിഞ്ഞ് പിന്നെ അവരൊക്കെ വധിക്കപ്പെട്ടു, സാക്ഷികൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എന്നിട്ട് അവസാനം നമ്മൾ 12-13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 11-ാം അധ്യായത്തിൽ ഒരു ഭൂകമ്പമുണ്ടായി. ജനതകൾ അവർ ഭയവിഹ്വലരായി അവർ ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനതകൾ ദൈവത്തിന് മഹത്വം നൽകിയെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അവർ ദൈവത്തിങ്കിലേക്ക് തിരികെ വന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ജനതകൾ തിന്മയുടെ ഭാഗത്ത് നിൽക്കുന്നവരായിട്ട് വെളിപാടിൽ പല ഭാഗങ്ങളും അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ആ വെളിപാട് വെച്ച് പുലർത്തുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? അവരും ദൈവജനത്തോടൊപ്പം ദൈവവിശ്വാസത്തിലേക്ക് നിത്യജീവനിലേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും അവസാനം 22-ാമത്തെ അധ്യായത്തിൽ നമ്മളതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ കാണുന്നുമുണ്ട്. ആ ജീവൻ്റെ വൃക്ഷത്തിനെ കുറിച്ചുള്ള ആ വിവരണത്തിൽ ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് 12 മാസം 12 തരം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. അതിൻ്റെ ഫലങ്ങൾ വിജയം വരിക്കുന്നവർക്കാണ്. അത് സഭകൾക്കുള്ള കത്തുകളിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ തുടർന്ന് പറയുന്നു അതിൻ്റെ ഇലകൾ ജനതകളുടെ സൗഖ്യത്തിനാണ്. അപ്പോൾ ജനതകളുടെ സൗഖ്യത്തിനാണ് അതിൻ്റെ ഇലകൾ എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ജനതകൾ എന്ന് വെച്ചാൽ അത് ദൈവജനമല്ലാത്ത ആ കൂട്ടർ തന്നെയാണ്. അപ്പോൾ ഈ വിജാതീയർ, അപ്പോൾ അവരുടെ സൗഖ്യത്തിനാണ് എന്ന് പറയുമ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അവസാനം ആ ജീവൻ്റെ വൃക്ഷത്തിന് മുന്നിൽ ജനതകളും ആ രക്ഷയിൽ പങ്കുചേരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വെളിപാടിലെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ തിന്മയുടെ ശക്തികൾ ഉന്മൂലനം ചെയ്യപ്പെടുന്നത് ഒക്കെ വിവരിക്കുന്നു. ദൈവജനത്തിന് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ രക്ഷ, ആ നിത്യജീവൻ അവർക്ക് നൽകുന്നത് അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുന്ന ആ ജനതകളും ആ രക്ഷയിലേക്ക് വരുന്നത് കാണും. ആ രക്ഷയിലേക്ക് വരാൻ സാധിക്കും എന്ന് ഇവിടെ പറയുന്നു. അവർ രക്ഷയിലേക്കുള്ള വാതിൽ അവർക്കായിട്ട് തുറന്നിടുന്നു. അപ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള ആ ഒരു ആശയമാണ് വെളിപാട് ഗ്രന്ഥകാരൻ ഇവിടെ അവതരിപ്പിക്കുക. എല്ലാവർക്കും രക്ഷ, ദൈവത്തിൻ്റെ രക്ഷ അതെല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള മനോഹരമായിട്ടുള്ള സന്ദേശം. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.